ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ച ദിനം കാണുവാൻ സർവശക്തൻ നമ്മെ സഹായിച്ചു. പിന്നിട്ട് ഒരു മാസം അനുഭവിച്ച ദൈവിക കരുതലിന് ദൈവത്തിനു സകല മഹത്വവും അർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 10. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞു കൊള്ളുവിൻ. വളരെ പരിചിതമുള്ള ഒരു അധ്യായമാണ് പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം. ഇവിടെ നാം വായിക്കുന്നത് പത്രോസും യോഹന്നാനും ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയാണ്. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആളുകൾ ഒരു മനുഷ്യനെ ഭിക്ഷയാചിക്കുവാനായിട്ട് ദേവാലയത്തിൻ്റെ അടുക്കൽ കൊണ്ടിരുത്തുക പതിവായിരുന്നു. ആ മനുഷ്യൻ വല്ലതും കിട്ടും എന്ന് കരുതി പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കി. എന്നാൽ പത്രോസ് പറഞ്ഞ വാക്കിങ്ങനെയാ, വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ജന്മന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന മനുഷ്യൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇത് നാട്ടിൽ വലിയ സംസാരമായി. ആളുകൾ എല്ലാവരും ഈ മനുഷ്യനെ പണ്ട് മുതലേ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് സുഖം പ്രാപിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഇതെങ്ങനെ സാധ്യമായി എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് വരികയാണ്. ഇത് വലിയ സംസാരത്തിനും ചർച്ചയ്ക്കുമൊക്കെ കാരണമായിട്ട് തീർന്നു. പിന്നീട് അത് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ എത്തുകയാണ്. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിക്കുന്ന ഒരു സാഹചര്യമാണ് 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ വെച്ച് പത്രോസ് വായി തുറന്ന് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ഈ മനുഷ്യനെ നമുക്കേവർക്കും അറിയാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ എന്നുള്ളതാണ്. ഇവനെ ബാധിച്ചിരുന്ന രോഗം അത് ജന്മന ഉള്ളതായിരുന്നു. ആ രോഗത്തിന് സൗഖ്യം കൊടുക്കുവാൻ ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും കഴിയുകയില്ലായിരുന്നു. മനുഷ്യൻ്റെ മാനുഷികമായ ബുദ്ധി കൊണ്ട് അറിയാം, ഒരിക്കലും ജന്മന ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ആരാലും പരിഹാരം കൊടുക്കുവാൻ കഴിയാത്ത, ആ വൈദ്യശാസ്ത്രത്തിന് പോലും പരിഹാരം കൊടുക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലാണ് ഈ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്നത്. അത് ജന്മനാ ബാധിച്ച പ്രശ്നമാണ്. എന്നാൽ പത്രോസ് വായ് തുറന്നുറക്കെ പറയുകയാണ്, നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനുഷ്യന് ആ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജന്മനാ മുടന്തനായിരുന്ന ഈ മനുഷ്യന് സൗഖ്യം പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി മാത്രം മതിയായിരുന്നു. അവന് പരിപൂർണമായിട്ട് സൗഖ്യം ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ അത് പത്രോസ് പറയുമ്പോൾ എടുത്തു പറയുന്ന 2 പദപ്രയോഗങ്ങൾ ഇന്ന് രാവിലെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചവനും. എന്തിനാണ് നിങ്ങൾ ക്രൂശിച്ചവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ, യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങളിത് മനസ്സിലാക്കണം. ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ക്രൂശിച്ച നസറേത്തുകാരനായ യേശുവുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് മുടന്തനായ ഈ മനുഷ്യൻ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുവാൻ കാരണമായിട്ട് തീർന്നത്. അവൻ ക്രൂശിക്കപ്പെട്ടവനാണ്. 2, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനാ. തുറക്കപ്പെട്ട ഒരു കല്ലറ അവരുടെ പിന്നിലുണ്ട്. ആ കല്ലറ പറയുന്നു, അവനിവിടില്ല, ഉയർത്തെഴുന്നേറ്റവനാ. അവിടുന്ന് ആരായിരുന്നു? നസ്രേത്തുകാരനായ യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്ത പോയത്, മുടന്തനായ ഈ മനുഷ്യൻ, ജന്മനായ പ്രയാസത്തിലൂടെ പോയ മനുഷ്യൻ, പരിഹാരം ലഭിക്കുവാൻ നസ്രേത്തുകാരനായ യേശുവിൻ്റെ നാമം മാത്രം മതിയായിരുന്നു. എന്നാൽ പാപം ജന്മനാ ബാധിച്ചിരുന്ന, അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ജന്മനാ നമ്മെ ബാധിച്ചിരുന്ന ഈ പാപത്തെ പരിഹരിക്കുവാൻ ഒരിക്കൽ പോലും ഈ നാമത്തിൻ്റെ ശക്തിയാൽ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി വാസ്തവത്തിൽ ദൈവമായിരുന്നവൻ ജഡം ധരിച്ച് മണ്ണിലേക്ക് വന്നു. പത്രോസ് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചവൻ. എന്തിനാ ക്രൂശിക്കപ്പെട്ടത്? അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എൻ്റെ ജന്മനാ ഉള്ള പാപത്തിന് പരിഹാരം തരുവാനാ. അതിന് രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ മതിവരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന നസ്രേത്തുകാരൻ ഈ താണഭൂമിയിലേക്ക് വന്ന് ജന്മനാ ബാധിച്ചിരുന്ന ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തരുവാൻ
കാൽവറി കൊലമരത്തിൽ പ്രായശ്ചിത്ത യാഗമായിട്ട് തീർന്നു. അവിടുത്തെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം ലഭിച്ചു. അവിടുത്തെ അടിപ്പിടരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. നമുക്ക് എന്നേക്കും ലഭിച്ച രോഗസൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്തത്താല. ഇന്ന് പ്രഭാതത്തിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ മുമ്പാകെ സകലമഹത്വവും നമുക്ക് അർപ്പിക്കാം. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പിതാവായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം. പുത്രമുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വിലയിൽ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആദമ്യ പാപത്തിൻ ശാപം തീർപ്പാൻ പുത്രനെ ക്രൂശിൽ തകർത്ത സ്നേഹം ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശുനാഥ. ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശുനാഥ. കാലങ്ങൾ എത്ര ഞാൻ വ്യർത്ഥമാക്കി, ക്രൂശിലെ സ്നേഹത്തെ തള്ളി നീക്കി. എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ. അത്ഭുതം നിൻ സ്നേഹം യേശുനാഥ. എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ. അത്ഭുതം നിൻ സ്നേഹം യേശുനാഥ.